നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്ടോബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക? അതുപോലെ തന്നെ ദീപാവലി സ്പെഷ്യൽ ആയിട്ട് പെൻഷൻ 2000 പ്രഖ്യാപനം ഉണ്ടാകുമോ? ആർക്കെല്ലാമാണ് പെൻഷൻ ഇനി വർധനവുണ്ടാവുക? ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോസ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ അടുത്ത കാലത്തായിട്ട് പെൻഷന് പുതിയ അപേക്ഷ നൽകിയ ആളുകൾ, പെൻഷൻ മുടങ്ങിയ ആളുകൾ എന്നിവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തോ വീട്ടിലോ പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഗവൺമെൻറ്റിൽ നിന്ന് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. വർഷങ്ങളായി ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് 1600 രൂപയാണ്. കഴിഞ്ഞ വർഷങ്ങളെല്ലാം പെൻഷൻ കുടിശ്ശിക ഒരുപാടുണ്ടായിരുന്നു. 7-8 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഓരോ മാസത്തെയും കൂടെ കൊടുത്ത് ഇപ്പോൾ ഈ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും പെൻഷൻ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. നമുക്കറിയാം, ഈ വർഷത്തെ പഞ്ചായത്ത് ഇലക്ഷൻ ഡിസംബർ പകുതിയോടുകൂടി തന്നെ ഉണ്ടായിരിക്കും. നവംബർ അവസാനത്തിൽ പിന്നീട് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ ദീപാവലിയുടെ അവധി കഴിഞ്ഞാൽ, നമുക്കറിയാം ദീപാവലിക്ക് ഇന്നും നാളെയുമെല്ലാം സർക്കാർ ഓഫീസുകളിൽ അവധിയാണ്. ഈ അവധി കഴിഞ്ഞാൽ പിന്നീട് പെൻഷൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. 1800 മുതൽ 2000 രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക. 200 മുതൽ 400 രൂപയുടെ വരെ വർധന ഉണ്ടായിരിക്കും. എത്രയാണ് വർധനവെന്ന് സർക്കാർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ ഈ ഒരു വർധനവ് പ്രാബല്യത്തിൽ വരുമായിരിക്കും. സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത ആളുകൾക്കായിരിക്കും പെൻഷൻ ലഭിക്കുക. ഏകദേശം 60 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു പെൻഷൻ മസ്റ്ററിങ്ങിനെ പറ്റി. നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് വീഡിയോസുകൾ നമ്മൾ പെൻഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വാർഡ് മെമ്പർമാർ, മറ്റ് യൂട്യൂബ് ചാനലുകൾ, പത്രമാധ്യമങ്ങളിലെല്ലാം പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും മസ്റ്ററിങ്ങിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, അതുപോലെ തന്നെ മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ചും 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, യൂട്യൂബോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കാണുന്ന ആളുകളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യങ്ങൾ അറിയുകയുമില്ല. നിർബന്ധമായിട്ടും നമ്മുടെ വീട്ടിലും അടുത്ത വീട്ടിലുമെല്ലാം പെൻഷൻ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ അവർക്ക് എത്തിച്ചു നൽകുക. കാര്യങ്ങൾ അവരുമായി പങ്കുവെക്കുക. പെൻഷൻ മസ്റ്ററിങ്, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ നൽകേണ്ട സത്യവാങ്മൂലം, വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അവരുമായി പങ്കുവെക്കുക. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് ലഭിച്ചിരുന്നു. വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്, അതുപോലെ തന്നെ മസ്റ്ററിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല, മസ്റ്ററിങ് ചെയ്തിരുന്നില്ല, ഇപ്പോൾ പെൻഷൻ മുടങ്ങിയപ്പോഴാണ് ഇക്കാര്യം അറിയുന്നതെന്ന്. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നമ്മുടെ വീഡിയോസ് നിങ്ങൾ എത്തിച്ചു നൽകുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് മെസ്സേജുകളും കോളുകളും വരുന്നുണ്ട്, അല്ലെങ്കിൽ വാർഡ് മെമ്പർ മുഖേന നിങ്ങൾക്ക് അറിയിപ്പ് ലഭിക്കുന്നുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കറിയാം, പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വാർഷിക വരുമാനം 1 ലക്ഷത്തിലധികം കവിയാൻ പാടില്ല. ഒട്ടുമിക്ക ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളാണ്. പഴയ വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾ, QR കോഡ് ഇല്ലാത്ത വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകൾ എന്നിവർക്കെല്ലാം ഇപ്പോൾ വീണ്ടും കോളുകൾ വരുന്നുണ്ട്. അവർ വീണ്ടും ഒരിക്കൽ കൂടി വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. അങ്ങനെ കോളുകൾ വന്ന ആളുകൾ മാത്രം നൽകിയാൽ മതിയാകും. ഇത് നമ്മൾ മസ്റ്ററിങ് ചെയ്തതുപോലെ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങൾ ചെയ്തതുപോലെ എല്ലാ ആളുകളും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ കോളുകൾ വന്ന ആളുകൾ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ, വിധവകളായ ആളുകൾ, 50 വയസ്സായിട്ടും കല്യാണം കഴിയാത്ത ആളുകൾ, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ആളുകൾ എന്നിങ്ങനെ പല ആളുകൾക്കും ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ നാട്ടിലുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി, മറ്റ് ഓൺലൈൻ സെൻ്ററുകൾ വഴി KSMART-ലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന രേഖകളെല്ലാം നിങ്ങൾ കൈവശം വെക്കുകയും പിന്നീട് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ രേഖയുടെ ഒറിജിനൽ കാണിക്കേണ്ടിയും വരും. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു